നമസ്കാരം. ഞാൻ ഡോക്ടർ ചെറിയാൻ റോയ്, തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടൻ്റായി പ്രവർത്തനമനുഷ്ഠിക്കുന്നു. എന്താണ് ട്രോമ കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റം? അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന ഒരു രോഗിക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നൽകി അവരെ പഴയ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ട്രോമ കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതിനായി കൃത്യമായ ആശയവിനിമയങ്ങൾ, പ്രോട്ടോകോൾ പരിപാലിക്കൽ എന്നിവയെല്ലാം തന്നെ വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന രോഗികൾ എത്തുമ്പോൾ അവരെ ചികിത്സിക്കുന്നത് പല പല ഘട്ടങ്ങളിലായിട്ടാണ്. ഈ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യഘട്ട നിരീക്ഷണം അഥവാ ഇനീഷ്യൽ അസസ്മെന്റ് എന്നുള്ളതാണ്. ഒരു രോഗി അത്യന്താപേക്ഷിതമായ രീതിയിൽ, അത്യാസന്ന രീതിയിൽ ഒരു ICUയിലേക്ക് കടന്നു വരുമ്പോൾ ആ രോഗിയുടെ ശ്വാസോച്ഛ്വാസ നിരക്ക്, രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ശരീരത്തിലെ താപനില എന്നിവയെല്ലാം തന്നെ വളരെ കൃത്യമാണോ എന്ന് സൂക്ഷ്മമായി നാം നിരീക്ഷിക്കുന്നതാണ്. ഇതിനായി ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ ABCDE ടെക്നിക് എന്നാണ് പറയുന്നത്. A എന്നാൽ എയർവേ, B എന്നാൽ ബ്രീത്തിങ്, C എന്നാൽ സർക്കുലേഷൻ, D എന്നാൽ ഡിസബിലിറ്റി, E എന്നാൽ എക്സ്പോഷർ എന്നതാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘട്ടങ്ങൾ. ഈ ഘട്ടത്തിൽ നിന്നും നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സൂക്ഷ്മമായ നിരീക്ഷണം അഥവാ ക്ലോസ് ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ശ്വാസോച്ഛ്വാസ നിരക്ക്, രക്തസമ്മർദ്ദം, താപനില, അതുപോലെ തന്നെ നാഡീവ്യവസ്ഥകളുടെ പ്രക്രിയകൾ ഇവയെല്ലാം തന്നെ നമ്മൾ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നു. ഇത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ, അതായത് ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന രോഗികൾക്ക് അനുഭവപ്പെടാവുന്ന വളരെയധികമായ വേദന നമ്മൾ കുറച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വേദന കുറയ്ക്കൽ എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. ഇതിനായി വേദന സംഹാരികൾ നൽകുകയും അവ ടാബ്ലറ്റ് അഥവാ ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിൽ നൽകുകയും ചെയ്യുന്നു. നാലാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് ആന്തരികമായ രക്തസ്രാവങ്ങൾ, പുറമേയുള്ള ഒടിവുകൾ, ചതവുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് അവ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള സർജൻസിന്റെ സഹായം, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ, 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിന്റെ സഹായങ്ങൾ ഇവയെല്ലാം തന്നെ നാം ഉപയോഗിക്കേണ്ടതുമാണ്. അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അണുബാധ മുക്തീകരണം അഥവാ ഇൻഫെക്ഷൻസ് പ്രിവെൻഷൻ എന്നുള്ളതാണ്. ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന ഒരു രോഗിക്ക് വളരെയധികമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഒരുപക്ഷെ ലങ്സിലാകാം, ബ്ലഡിലാകാം, മൂത്രത്തിലാകാം, അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിൽ വേണമെങ്കിലും ഇങ്ങനെയുള്ള അണുബാധകൾ വളരെയധികം ഉണ്ടാകാനുള്ള ചാൻസസുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് പ്രൊഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് നൽകുന്നത് വഴി അണുബാധ മുക്തീകരണം നാം നേടിയെടുക്കുന്നു. ആറാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പോഷകാഹാരങ്ങൾ നൽകുക എന്നുള്ളതാണ്. വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ICUയിൽ അഡ്മിറ്റ് ആകുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് വെന്റിലേറ്റർ സഹായത്തോടു കൂടി ശ്വസന പ്രക്രിയ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായി വരുന്നതാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് ഒരുപക്ഷെ വായിലൂടെ ഭക്ഷണം കഴിക്കുവാൻ സാധ്യമല്ലാതെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് മൂക്കിലൂടെ ഒരു ചെറിയ ട്യൂബ്, അതിന് റൈൽസ് ട്യൂബ് എന്നാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ട്യൂബ് ഇട്ട് അതിലൂടെ നമുക്ക് പോഷകാഹാരങ്ങൾ അത്യാവശ്യത്തിന് നൽകേണ്ടത് വളരെ ആവശ്യമാണ്. ഏഴാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്നതാണ് നമ്മൾ ഏറ്റവും അധികമായും ശ്രദ്ധിക്കേണ്ടത്. ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന രോഗികൾക്ക് അവരുടെ രോഗത്തിന്റെ ഭാഗമായി ശരീരത്തിൽ നിന്നും ധാരാളം ജലാംശങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ജലാംശം നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സുകൾ നഷ്ടപ്പെടുവാനും അതുവഴി രോഗവിമുക്തിക്കുള്ള സമയം ഇരട്ടിക്കുവാനും അത് ദൈർഘ്യം വരുവാനുമുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് ഇങ്ങനെയുള്ള ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യസമയത്ത് തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. എട്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായും ശ്രദ്ധിക്കേണ്ടത്
ഒരു രോഗി തന്റെ രോഗമുക്തിയിലേക്ക് എത്തിയതിനു ശേഷം അവർക്ക് ഉള്ള പുനരധിവാസം അഥവാ റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ്. ഇതിനായി കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി വളരെ അത്യാവശ്യമാണ്. കിടപ്പിലായിരിക്കുന്ന രോഗിയെ എത്രയും പെട്ടെന്ന് കസേരയിലേക്ക് ഇരുത്താനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് നടത്തിക്കാനുള്ള ശ്രമങ്ങൾ, ഇവയെല്ലാം തന്നെ നാം ഈ ഘട്ടത്തിലൂടെ നേടിയെടുക്കുന്നു. 9ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ള രോഗികൾക്ക് മാനസിക പിന്തുണ നൽകുക എന്നുള്ളതാണ്. മാനസിക പിന്തുണ നമ്മൾ നൽകേണ്ടത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഗുരുതരമായി പരിക്കേറ്റ് വരുന്ന രോഗികൾക്ക് വളരെയധികമായിട്ടുള്ള ICUയിലെ സ്റ്റേക്ക് ശേഷം അവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ള രോഗം രൂപപ്പെടുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മാനസികമായ പിന്തുണ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ കെയർ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൾട്ടി കെയർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഇന്റൻസിവിസ്റ്റുകൾ അഥവാ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ, സർജൻസ്, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് എന്നിവർ എല്ലാവരും തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ട്രോമ കെയർ മാനേജ്മെന്റിന്റെ പരമപ്രധാനമായ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്.